എല്ലാ കൂട്ടുകാർക്കും ചാന്ദ്രദിന ക്വിസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് നമ്മൾ ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ടും അല്ലാതെയും അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാനും ഗ്രഹിക്കാനും ചിത്രങ്ങളും എല്ലാം അടങ്ങുന്ന ഈ ഒരു വീഡിയോയ്ക്ക് സാധ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നേരെ വീഡിയോയിലേക്ക് പോകുന്നു. നോക്കുക, ആദ്യത്തെ ചോദ്യം, നാം ജീവിക്കുന്ന ഗ്രഹം ഏത്? ഇതാണ് നമ്മൾ ജീവിക്കുന്ന ഗ്രഹം. നീലഗ്രഹം എന്നറിയപ്പെടുന്ന ഭൂമിയിലാണ് നാം ജീവിക്കുന്നത്. ഓക്കെ, അപ്പോൾ നാം ജീവിക്കുന്ന ഗ്രഹം ഭൂമിയാണ്. ഓർത്തു വയ്ക്കുക, ഭൂമി. ഒന്ന് പറഞ്ഞു നോക്കൂ. യെസ്, ഭൂമിയാണ് നാം ജീവിക്കുന്ന ഗ്രഹം. ദെൻ സൗരയൂഥത്തിന്റെ കേന്ദ്രം. സൗരയൂഥത്തിന്റെ കേന്ദ്രം ഏതാണ്? നോക്കുക, നമ്മൾ കേട്ട ഒരു പേരാണ് സൂര്യൻ, അല്ലേ? സൂര്യനാണ് സൗരയൂഥത്തിന്റെ കേന്ദ്രം. ഒന്നുകൂടി ഓർത്തു വയ്ക്കുക, ഈ സൂര്യന് ചുറ്റുമാണ് നമ്മുടെ ഭൂമി അടങ്ങുന്ന 8 ഗ്രഹങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതിന് പറയുന്ന പേര് പരിക്രമണം എന്നാണ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യൻ. ഓക്കെ, സൂര്യൻ ഓർത്തു വയ്ക്കുക, സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണ്. ഓക്കെ, ദെൻ സൗരയൂഥത്തിൽ ആകെ എത്ര ഗ്രഹങ്ങളുണ്ട്? സൗരയൂഥത്തിൽ ആകെ എത്ര ഗ്രഹങ്ങളുണ്ട്? മൊത്തം 8 ഗ്രഹങ്ങളാണ് സൗരയൂഥത്തിലുള്ളത്. ഒന്നുകൂടി ഓർത്തു വയ്ക്കുക, ആദ്യം 9 ഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. പ്ലൂട്ടോ കൂടി ഉണ്ടായിരുന്നു. പക്ഷേ പ്ലൂട്ടോ ഈ ഒരു സ്ഥാനത്ത് നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, പ്ലൂട്ടോയെ നമ്മുടെ കണക്കുകളിൽ നിന്ന്, സൗരയൂഥത്തിൽ നിന്ന് ഒഴിവാക്കി മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പൊ 8 ഗ്രഹങ്ങളാണ് സൗരയൂഥത്തിൽ സൂര്യന് ചുറ്റും വലയം വെക്കുന്നത്. ഓക്കെ, ദെൻ ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ഏത്? ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ഏത്? നമ്മൾ ആകാശത്ത് കുറേ നക്ഷത്രങ്ങളെ കണ്ടിട്ടുണ്ട്. അതിൽ നമ്മുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രമാണ് സൂര്യൻ. ഓക്കെ, സൂര്യൻ ഒരു നക്ഷത്രമാണ്. ദെൻ മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് എന്ന് നമുക്കറിയാം. ജൂലൈ 21 നമ്മൾ ചാന്ദ്ര ദിനമായി ആചരിക്കുന്നത്. ഉത്തരം 1969 ജൂലൈ 21. ഓക്കെ, 1969 ജൂലൈ 21 നമ്മൾ ചാന്ദ്ര ദിനമായും ആചരിക്കുന്നത്. ദെൻ സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹം ഏത്? നമ്മൾ പറഞ്ഞു ഭൂമിയുടെ ഏറ്റവും അടുത്ത നക്ഷത്രം സൂര്യനാണ്. ഇവിടെ ചോദിക്കുന്നത് സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹം. ഓക്കെ, നമ്മൾ 8 ഗ്രഹങ്ങളെ പേര് പറഞ്ഞു. ഇവിടെ ഏറ്റവും അടുത്ത ഗ്രഹം ബുധനാണ്. ഓക്കെ, ബുധനാണ് സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹം. ഓക്കെ, ദെൻ ആദ്യമായി ബഹിരാകാശത്ത് എത്തിയ ഇന്ത്യൻ വനിത ആര്? ചിത്രം നൽകിയിട്ടുണ്ട്. ആദ്യമായി ബഹിരാകാശത്ത് എത്തിയ ഇന്ത്യൻ വനിത കൽപ്പന ചൗള. ഓക്കെ, ഒരു ഉപഗ്രഹം മാത്രമുള്ള ഗ്രഹം ഏത്? നമുക്കറിയാം, നമ്മൾക്ക് ഈ ഒരു സൗരയൂഥത്തിൽ 8 ഗ്രഹങ്ങളുണ്ട്. ആ 8 ഗ്രഹങ്ങൾക്കും ഉപഗ്രഹങ്ങളുണ്ട്. ഓക്കെ, നമ്മുടെ ഉപഗ്രഹമാണ് ചന്ദ്രൻ, അല്ലേ? നമ്മൾ രാത്രിയും ഒക്കെ കാണുന്ന ചന്ദ്രൻ. ഒരു ഉപഗ്രഹം മാത്രമുള്ള ഗ്രഹം നമ്മുടെ ഗ്രഹമാണ്. അത് ഓർത്തു വയ്ക്കുക. ഭൂമിക്ക് ഒരൊറ്റ ഉപഗ്രഹം മാത്രമേ ഉള്ളൂ, അത് ചന്ദ്രനാണ്. ദെൻ ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ഏത്? ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ഏതാണ്? ഉത്തരം ശുക്രൻ. ആകർഷകമായ വലയങ്ങളുള്ള ഗ്രഹം. ഓക്കെ, രസകരമായ ഒരു ഗ്രഹം ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, അല്ലേ? ആ ഒരു ഗ്രഹത്തിന്റെ ചുറ്റും ഒരു വലയമുണ്ട്, അല്ലേ? ആ വലയമുള്ള ഗ്രഹം നിങ്ങൾ മനസ്സിൽ ഓർത്തു വെക്കുക. വലയമുള്ള ഗ്രഹം ശനി. ഓക്കെ, ദെൻ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ഏത്? സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ഏത്? ഉത്തരം വ്യാഴത്തിന്റെ ഉപഗ്രഹമായ ഗാനിമീഡ്. ഓക്കെ, നമുക്കറിയാം ഭൂമിയുടെ ഉപഗ്രഹം ചന്ദ്രനാണ്, വ്യാഴത്തിന്റെ ഉപഗ്രഹമാണ് ഗാനിമീഡ്. അതാണ് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം. ഓക്കെ, ഗ്രഹമല്ല, ഉപഗ്രഹം. ദെൻ ഭൂമിയോട് ഏറ്റവും അടുത്ത ആകാശഗോളം ഏത്?
ഭൂമിയോട് ഏറ്റവും അടുത്ത ആകാശഗോളം? ഉത്തരം ചന്ദ്രൻ, നമ്മുടെ ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രൻ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ദെൻ ചന്ദ്രനിൽ ദൃശ്യമാകുന്ന ആകാശത്തിന്റെ നിറം എന്താണ്? ചന്ദ്രനിൽ ദൃശ്യമാകുന്ന ആകാശത്തിന്റെ നിറം കറുപ്പാണ്. അതിന് കാരണം നമുക്ക് ഭൂമിക്ക് ഇവിടെ ഒരു അന്തരീക്ഷമുണ്ട്. പക്ഷെ ചന്ദ്രനിൽ അന്തരീക്ഷമില്ലാത്തത് കൊണ്ട് ആ നിറം കറുപ്പാണ്. ആകാശത്തിന്റെ നിറം കറുപ്പാണ്. ഓർത്തു വെക്കുക. സൗരയൂഥത്തിലെ രണ്ടാമത്തെ വലിയ ഗ്രഹം ഏത്? സൗരയൂഥത്തിലെ രണ്ടാമത്തെ വലിയ ഗ്രഹം? ഉത്തരം ശനി. നമ്മൾ നേരത്തെ പഠിച്ചു, ശനിക്ക് ഒരു വലയമുണ്ട്. ഓക്കെ, മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ ഭാഗം അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ ഭാഗം അറിയപ്പെടുന്നത് പ്രശാന്തിയുടെ സമുദ്രം. ഓക്കെ, പ്രശാന്തിയുടെ സമുദ്രം എന്നാണ് ആ ഭാഗം അറിയപ്പെടുന്നത്. ഓർത്തു വെക്കുക. ദെൻ ഒരു ചിത്രം നൽകിയിട്ടുണ്ട് അല്ലെ? ബഹിരാകാശ സഞ്ചാരം നടത്തിയ ആദ്യ ഇന്ത്യക്കാരൻ? ബഹിരാകാശ സഞ്ചാരം നടത്തിയ ആദ്യ ഇന്ത്യക്കാരൻ? ഉത്തരം രാകേഷ് ശർമ്മ. ഓക്കെ, ഓർത്തു വയ്ക്കുക, രാകേഷ് ശർമ്മ. ഇതുവരെയായി ആകെ എത്ര പേർ ചന്ദ്രനിൽ ഇറങ്ങിയിട്ടുണ്ട്? ഓക്കെ, ആകെ 12 പേരാണ് ചന്ദ്രനിൽ ഇറങ്ങിയത്. അതിൽ 12 പേരും അമേരിക്കക്കാരാണ്. ഓർത്തു വയ്ക്കുക. ഗ്രഹപദവിയിൽ നിന്നും പുറത്താക്കപ്പെട്ടത് ഏത് ഗ്രഹമാണ്? നമ്മൾ തുടക്കത്തിൽ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു, ആദ്യം 9 ഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോ 8 ഗ്രഹങ്ങളാണുള്ളത്. ഓക്കെ, ഗ്രഹങ്ങളുടെ എണ്ണം 8 എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഗ്രഹപദവിയിൽ നിന്നും പുറത്താക്കപ്പെട്ട ഗ്രഹത്തിന്റെ പേര് പ്ലൂട്ടോ എന്നാണ്. ഓക്കെ, പ്ലൂട്ടോ. ദെൻ ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏത്? ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ട. ഓക്കെ, ആര്യഭട്ടയാണ് ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം. ദെൻ ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്ര ദൗത്യമാണ് ഡാഷ്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ചിത്രത്തിൽ ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്ര ദൗത്യത്തിന്റെ പേര് ചാന്ദ്രയാൻ 1 എന്നാണ്. ഓക്കെ, ചന്ദ്രനുമായി ബന്ധപ്പെട്ട് ഓർത്തു വെക്കുക, ചാന്ദ്രയാൻ 1. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം. ഈ ചിത്രം നിങ്ങൾ പല സ്ഥലങ്ങളിലായി കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ? ഉത്തരം ISRO ആണ്. ബാംഗ്ലൂരാണ് ഇതിന്റെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ISRO എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്നാണ് ISRO. ഓക്കെ, ദെൻ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏത്? നമ്മൾ ഏറ്റവും വലിയ രണ്ടാമത്തെ ഗ്രഹം ശനി എന്ന് പഠിച്ചു. ശനിക്ക് വലയമുണ്ട് എന്ന് പഠിച്ചു. അതോടൊപ്പം ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? ഉത്തരം നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്, വ്യാഴം. ഓക്കെ, ദെൻ ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് കഴിഞ്ഞ ഇന്ത്യൻ വനിത ആര്? നമ്മൾ കുറേ പേര് പഠിച്ചു അല്ലെ? കൽപ്പന ചൗള, രാകേഷ് ശർമ്മ, അതുപോലെ ഒരു പേരാണ് സുനിത വില്യംസ്. ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് കഴിഞ്ഞ ഇന്ത്യൻ വനിത സുനിത വില്യംസ് ആണ്. ദെൻ ഇന്ത്യയുടെ ആദ്യ വാർത്താവിനിമയ ഉപഗ്രഹം ഏത്? ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം? ഉത്തരം ആപ്പിൾ. 1987 ആപ്പിൾ എന്ന ഉപഗ്രഹം ഇന്ത്യ വിക്ഷേപിച്ചത്. ദെൻ വിദ്യാഭ്യാസ ആവശ്യാർത്ഥം ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം? ഇതൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഓക്കെ, ഉത്തരം എജുസാറ്റ്. ഓർത്തു വയ്ക്കുക, നിങ്ങളുടെ ഭാവി ജീവിതത്തിലൊക്കെ ചോദിച്ചു വന്നിരിക്കാം. ഉത്തരം എജുസാറ്റ്. 2004 വിദ്യാഭ്യാസ ആവശ്യാർത്ഥം ഇന്ത്യ വിക്ഷേപിച്ച ഈ ഒരു ഉപഗ്രഹം. ഓക്കെ, 2004 വിക്ഷേപിച്ചത്. ദെൻ 2014 ചൊവ്വയുടെ ഭ്രമണപഥത്തിലെത്തിയ ഇന്ത്യയുടെ ഉപഗ്രഹം ഏത്? ഇതും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. 2014 ചൊവ്വയുടെ ഭ്രമണപഥത്തിലെത്തിയ ഇന്ത്യയുടെ ഉപഗ്രഹം? ഉത്തരം മംഗൾയാൻ. ഓക്കെ, ഇത് ഇന്ത്യാസ് മാസ് ഓർബിറ്റർ മിഷൻ എന്ന് അറിയപ്പെടുന്നു. ഉത്തരം മംഗൾയാൻ. ആധുനിക ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഗലീലിയോ ഗലീലി. ചിത്രം നിങ്ങൾക്ക് വീഡിയോയിൽ കാണാവുന്നതാണ്. കേരളത്തിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏതാണ്? നമ്മുടെ തിരുവനന്തപുരത്തുള്ള തുമ്പയാണ് കേരളത്തിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. ദെൻ നിലവിലെ ISRO ചെയർമാൻ ആര്? നിലവിലെ ISRO ചെയർമാൻ
ഡോക്ടർ കെ ശിവനാണ്. അതിനു മുമ്പത്തേതാണ് AS കിരൺകുമാർ. ഓക്കെ, ഓർത്തു വെക്കുക, ഡോക്ടർ കെ ശിവനാണ് നിലവിലെ ISRO ചെയർമാൻ. ബഹിരാകാശത്ത് ഭൂമിയെ ചുറ്റി സഞ്ചരിച്ച ആദ്യത്തെ ജീവി ആരാണ്? ആ ഒരു ജീവി നായയായിരുന്നു. ഉത്തരം ലൈക്ക. ഓക്കെ, ലൈക്ക എന്ന നായയാണ് ബഹിരാകാശത്ത് ഭൂമിയെ ചുറ്റി സഞ്ചരിച്ച ആദ്യത്തെ ജീവി. ഓക്കെ, ദെൻ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏത്? ഉത്തരം വ്യാഴം. നമ്മുടെ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴമാണ്. വ്യാഴത്തിനാണ് ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ളത്. ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അതേപോലെ രണ്ടാമത്തെ വലിയ ഗ്രഹം ശനിയാണ്. ശനിക്ക് വലയങ്ങളുണ്ട്. ഓക്കെ, കൃത്യമായി നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തു വെച്ച് പഠിക്കുക. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ഏത്? ഉത്തരം ബുധൻ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ബുക്കിലേക്ക് എഴുതിയെടുത്ത് പഠിക്കുക. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ബുധൻ. പ്രഭാത നക്ഷത്രം, സായാഹ്ന നക്ഷത്രം എന്നീ പേരുകളുള്ള ഗ്രഹം ഏത്? പ്രഭാത നക്ഷത്രം, സായാഹ്ന നക്ഷത്രം എന്ന പേരുള്ള ഗ്രഹം ശുക്രനാണ്. ശുക്രനാണ് ഏറ്റവും കൂടുതൽ പ്രകാശിതമായ ഗ്രഹം. നീലഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത്? നമ്മുടെ ഭൂമിയാണ് നീലഗ്രഹം എന്നറിയപ്പെടുന്നത്. അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. ചന്ദ്രനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എന്തു പേരിലാണ്? ഉത്തരം സെലനോളജി. ചന്ദ്രനെ കുറിച്ചുള്ള പഠനം സെലനോളജി. ഒരു വ്യാഴവട്ടം എന്നത് എത്ര വർഷമാണ്? നമ്മൾ കേൾക്കുന്ന ഒരു പേരാണ് വ്യാഴവട്ടം, അല്ലെ? ഒരു വ്യാഴവട്ടം എന്നത് 12 വർഷങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായോ? തീർച്ചയായും നമ്മൾ എളുപ്പമുള്ള പ്രധാനപ്പെട്ട കുറേ ചോദ്യങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെട്ടു പോയി. നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്നുകൂടി കാണുക. ആ ഒന്നുകൂടി കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആ ഉത്തരം വരുന്നുണ്ടോ എന്നൊന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. വീണ്ടും വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.